ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മൾ ആവശ്യപ്പെടുന്നതും സാറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം അല്ലേ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇൻ ദ ഇവന്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി, അതായത് സംഘത്തിന്റെ പേര് മാറ്റാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചേഞ്ച് ഓഫ് നെയിം, സെക്ഷൻ 10 പറയുന്നുണ്ട്. പറയാണ്, ഇൻ ദ ഇവന്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി ദ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 10 ഷാൾ ബി ഇൻ ഡാഷ് ഓഫ് അപ്പൻഡിക്സ് 2 ഓഫ് ദ KCS റൂൾസ് ആണ്. അതായത് നമ്മൾ സംഘത്തിന്റെ പേര് മാറ്റി കഴിയുമ്പോൾ, നിലവിലുള്ള സംഘത്തിന്റെ പേര് മാറ്റാം, ഏത് സെക്ഷൻ 10 പ്രകാരം നമുക്ക് മാറ്റാൻ പ്രശ്നമൊന്നുമില്ല, ബൈലോ അമെന്റ് ചെയ്താൽ മതി. അങ്ങനെ സംഘത്തിന്റെ പേര് മാറ്റി കഴിയുമ്പോൾ നമ്മൾ അവിടെ പുതിയ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, കാരണം പേര് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മുടെ നിലവിലുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആ പേര് മാറ്റണമല്ലോ, നിലവിൽ ഓൾറെഡി കിടന്ന പേരായിരിക്കും. അപ്പോൾ പേര് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യും. അതേപോലെ എന്താ, ഇവന്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ദ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 10 ഷാൾ ബി ഇൻ ഡാഷ് ഓഫ് അപ്പൻഡിക്സ് 2 ഓഫ് KCS റൂൾസ്. ഇപ്പോൾ KCS റൂൾസിലെ അപ്പൻഡിക്സ് 2 പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? ഫോംസിനെ കുറിച്ചാണ് അല്ലേ. ഓർത്ത് വെക്കുക, അപ്പൻഡിക്സ് 2 പറഞ്ഞിട്ടുള്ളത് എന്തിനെ കുറിച്ചാണ് മക്കളെ? ഫോംസിനെ കുറിച്ചാണ്. ഫോംസ് കേട്ടോ. അപ്പൊ അങ്ങനെ ഫോംസുകളെ കുറിച്ച് പറയുന്നു. 39 ഫോമുകളാണ് പഠിക്കാനുള്ളത്. പേര് മാറ്റി കഴിയുമ്പോൾ നമ്മളവിടെ ഒരു ഫോം ഇഷ്യൂ ചെയ്യും. അത് ഏത് ഫോം നമ്പറിലാണ് അവിടെ സർട്ടിഫിക്കറ്റ്, അവിടെ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഏത് ഫോമിലാണെന്നാണ് ചോദ്യം. പേര് മാറ്റി കഴിയുമ്പോൾ ഓപ്ഷൻ എയിൽ പറയുന്നു ഫോം നമ്പർ 3B, ഓപ്ഷൻ 2Bയിൽ പറയുന്ന ഫോം നമ്പർ 2, ഓപ്ഷൻ സിയിൽ പറയുന്ന ഫോം നമ്പർ 3 ആൻഡ് ഓപ്ഷൻ ഡി പറയുന്ന ഫോം നമ്പർ 4. ഏതുമായി ബന്ധം ഏതിലായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയും. ഫോം നമ്പർ 3Bയിലായിരിക്കും കേട്ടോ. ഫോം നമ്പർ 3Bയിലായിരിക്കും. ഫോം നമ്പർ 3യിൽ നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യും? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും ആണല്ലോ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 3Aയിലാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഫോം നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? അതൊരു രജിസ്റ്റർ ആണ്. നമ്മൾ സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുക്കുമ്പോൾ ഫോം നമ്പർ 2 രജിസ്റ്ററിലായിരിക്കും രജിസ്ട്രാർ അത് രേഖപ്പെടുത്തുക. ഫോം നമ്പർ 4 എന്ന് പറഞ്ഞാൽ അതും ഒരു രജിസ്റ്റർ തന്നെയാണ്. ഒരു രജിസ്റ്ററിന്റെ അണ്ടറിൽ എത്ര സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ള ആ പേരും അഡ്രസ്സും വരുന്ന രജിസ്റ്ററാണ് ഫോം നമ്പർ 4 എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഫോം നമ്പർ 3Bയിലാണ് പേര് മാറ്റുമ്പോൾ. ഓക്കെ, ചേഞ്ച് ഓഫ് നെയിം സെക്ഷൻ 10ലാണ് ചേഞ്ച് ഓഫ് നെയിം എന്ന് ഓർത്ത് വെച്ചേക്കുക. പേര് മാറ്റി കഴിയുമ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 3Bയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. സിമ്പിൾ. അടുത്ത നല്ല ക്വസ്റ്റ്യൻ ആണ്. ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഷാൾ ബി റെക്കോർഡഡ് ബൈ. അപ്പം നമ്മുടെ മീറ്റിംഗ്സുകൾ നമ്മൾ എന്ത് ചെയ്യും? മിനിറ്റ്സ് എഴുതും അല്ലേ. ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്സുകളുടെ കാര്യങ്ങൾ നമ്മൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തും. ആർക്കൊക്കെ രേഖപ്പെടുത്താമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നു സംഘത്തിന്റെ പ്രസിഡന്റ് ആണ് രേഖപ്പെടുത്തുന്നത് അല്ലേ. ഓപ്ഷൻ എയിൽ പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു എനി മെമ്പർ ഓഫ് ദ കമ്മിറ്റി, ഏതെങ്കിലും ഒരു കമ്മിറ്റി മെമ്പർ അല്ലേ. എനി മെമ്പർ ഓഫ് ദ കമ്മിറ്റിയിലെ ഏതൊരു മെമ്പറിന് വേണമെങ്കിലും മിനിറ്റ്സിൽ രേഖപ്പെടുത്താം. ഓപ്ഷൻ സിയിൽ പറയുന്നു ചീഫ് എക്സിക്യൂട്ടീവ്, മുഖ്യ കാര്യദർശി എന്നൊക്കെ പറയുന്ന പോലെ. സെക്ഷൻ 2Dയിലാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ കുറിച്ച് പറയുന്നത് അല്ലേ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നോ സെക്രട്ടറി എന്നോ MD എന്നോ അല്ലെ GM എന്നോ പല രീതിയിൽ അതായത് വിശേഷിപ്പിക്കും. ഓപ്ഷൻ 3 അല്ലെ ഓപ്ഷൻ സിയിൽ പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ഇവരിൽ ആർക്ക് വേണമെങ്കിലും രേഖപ്പെടുത്താം. പ്രസിഡന്റിനോ ചീഫ് എക്സിക്യൂട്ടീവിനോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു മാനേജിംഗ് കമ്മിറ്റി മെമ്പറിനോ ആർക്ക് വേണമെങ്കിലും രേഖപ്പെടുത്താമെന്നാണ് പറയുക. ആൻസർ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പ്രസിഡന്റിന് മിനിറ്റ്സ് എഴുതാം, കമ്മിറ്റിയിലെ ഏതൊരു മെമ്പറിന് വേണമെങ്കിലും മിനിറ്റ്സ് എഴുതാം, ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് വേണമെങ്കിലും മിനിറ്റ്സ് എഴുതാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ടാണ്. ദ ലിക്വിഡേറ്റർ ഷാൾ ബി കംപ്ലീറ്റഡ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിതിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിന്റ്മെന്റ്. അതായത് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നു അല്ലെ. സെക്ഷൻ 71, 72, 73, 74 ഒക്കെ പഠിക്കാനുണ്ട്. ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആ വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. വൈൻഡിങ് അപ്പ് അല്ലെ. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ സമാപ്തീകരണം. എന്താണ്? സമാപ്തീകരണം അല്ലെ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 71ലാണ് വൈൻഡിങ് അപ്പിന്റെ ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്നു. സെക്ഷൻ 72 പ്രകാരം ഈ വൈൻഡിങ് അപ്പ്, ഈ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഈ നടപടികൾ ചെയ്യാൻ വേണ്ടി രജിസ്ട്രാർ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നു. സെക്ഷൻ 73 ലിക്വിഡേറ്ററിന്റെ അധികാരങ്ങളെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 74 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന കാര്യം പറയുക. അപ്പം ഇവിടെ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അപ്പോയിന്റ് ചെയ്ത് എത്ര നാൾ കൊണ്ട് അദ്ദേഹം ഈ വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ഈ സമാപ്തീകരണ നടപടിക്രമങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം? ഓപ്ഷൻ എയിൽ പറയുന്നു 1 വർഷം. 1 വർഷം കൊണ്ടൊക്കെ വലിയ പാടാണ്.
ഓപ്ഷൻ ബി പറയുന്നത് 2, ഓപ്ഷൻ സിയിൽ പറയുന്നു 3, ഓപ്ഷൻ ഡിയിൽ പറയുന്നു 5. അപ്പോൾ എത്ര വർഷം കൊണ്ടാണ് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എത്ര ദിവസം കൊണ്ടാണ്, എത്ര ദിവസമല്ല എത്ര നാളുകൾ കൊണ്ടാണ്, എത്ര വർഷം കൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് എഴുതാം, 2 വർഷം. കേട്ടോ, വലിയ പാടാണ്, 2 വർഷം കൊണ്ടൊക്കെ തീരാൻ വലിയ ബുദ്ധിമുട്ടാണ്, എങ്കിലും 2 വർഷം. നേരത്തെ ബിഫോർ അമെൻമെന്റ് 3 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 2 വർഷമാക്കി ചുരുക്കിയിരിക്കുന്നു, പണി കൂട്ടി. ക്ലിയർ? സിമ്പിൾ ആണ് കേട്ടോ, അന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പം വളരെ പ്രധാനപ്പെട്ടാണ് 2 seats in the committee of each society shall be reserved for members who shall not exceed the age. അല്ലേ, ഇത് വളരെ നല്ല പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് 40 വയസ്സ് ഇതിന്റെ കംപ്ലീറ്റ് ആണ്, 40 വയസ്സ് പൂർത്തിയാകാൻ പാടില്ലെന്നാണ് പറയുക. 2 seats നമുക്കറിയാം, ഈ who shall not exceed the age of 40 the enhancement of അപ്പൊ മനസ്സിലാക്കുന്നത് ഇവിടെ 40 വയസ്സ് തികയാൻ പാടില്ല അല്ലേ. കാരണം നമുക്കറിയാം ഇപ്പൊ പുതിയതായിട്ട് ഏതൊരു സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ 2 സീറ്റ്, ഒരു എന്താണ് പറയുക, സ്ത്രീകളുടെ ഭാഗത്തുനിന്നും പുരുഷന്മാരുടെ ഭാഗത്തുനിന്നും 2 ഓരോ സീറ്റ് വീതം റിസർവ് ചെയ്യണം. സ്ത്രീകൾക്ക് 1, പുരുഷന്മാർക്ക് 1, 2 ടോട്ടൽ 2 40 വയസ്സ് തികയാത്ത ആൾക്കാർക്ക് വേണ്ടി, 40 വയസ്സ് അതായത് യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയാണ്. അത് എന്ത് വെച്ചാണ് കണക്കാക്കുന്നത്? ബിഗിനിങ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷത്തിന്റെ ആരംഭം മുതലാണോ, കലണ്ടർ ഇയറിന്റെ ആരംഭം മുതലാണോ, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഫയലിംഗ് നോമിനേഷൻ ആണോ, ഡേറ്റ് ഓഫ് ഇലക്ഷൻ. അപ്പോൾ നമ്മൾ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത്, ഇലക്ഷന് വേണ്ടി നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് 40 വയസ്സ് പൂർത്തിയാകാൻ പാടില്ലാത്ത 2 പേരുണ്ടായിരിക്കണം കേട്ടോ. യുവാക്കളുടെ യുവജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 5 നോക്കാം. എ മെമ്പർ ഹു ഹാസ് ആക്ടഡ് അഡ്വേഴ്സ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി മേ ബി ഡാഷ് ആസ് പെർ സെക്ഷൻ 17 ഓഫ് KCS ആക്ട്. അതായത് നമ്മുടെ സംഘത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശയല്ല, താല്പര്യമാണ്. എ മെമ്പർ ഹു ഹാഡ് ആക്ടഡ് അഡ്വേഴ്സ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി മേ ബി ഡാഷ് ആസ് പെർ സെക്ഷൻ 17 ഓഫ് KCS ആക്ട്. സംഘത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന മെമ്പർ അല്ലെ, സംഘത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന മെമ്പറിനെ സെക്ഷൻ 17 പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷൻ എ പറഞ്ഞു എക്സ്പെൽഡ് ഫ്രം സൊസൈറ്റി, സംഘത്തിൽ നിന്ന് പിരിച്ചുവിടും. ഓപ്ഷൻ ബി പറയുന്നു ഡിസ്ക്വാളിഫൈഡ് ഫ്രം മെമ്പർഷിപ്പിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. ഓപ്ഷൻ സി പറയുന്നു റിമൂവ്ഡ് ഫ്രം സൊസൈറ്റി. ഓപ്ഷൻ ഡി പറയുന്നു ഡിനൈഡ് ഫർദർ സർവീസ് ഫ്രം ദ സൊസൈറ്റി. എന്ന ആൻസർ വരിക. ഒരു സംശയം വേണ്ട, സെക്ഷൻ 17 എന്ന് പറയുക എക്സ്പൾഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. സെക്ഷൻ 17 എന്ന് പറഞ്ഞാൽ എക്സ്പൾഷൻ. ഓക്കെ, എക്സ്പൾഷൻ എന്ന് ഓർത്ത് വെച്ചു. സെക്ഷൻ 17 എന്ന് പറഞ്ഞാൽ എക്സ്പൾഷൻ ആണ്. ഒരു സംഘത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന മെമ്പറിനെ നമ്മൾ എക്സ്പെൽ ചെയ്തു വിടും സെക്ഷൻ 17 പ്രകാരം. എങ്ങനെയാണ്? സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് 2/3 മജോറിറ്റിയിൽ കുറയാതെ പ്രമേയം പാസ്സാകണം. ഒരു വ്യക്തിയെ പിരിച്ചു വിടുമ്പോൾ അവന്റെ ഷെയർ നമ്മൾ അവന് കൊടുക്കില്ല, അത് കണ്ടുകെട്ടും അല്ലെങ്കിൽ ഫോർഫീറ്റ് ചെയ്യും. മനസ്സിലാക്കി വെക്കുക. ഒരു വ്യക്തിയെ പിരിച്ചു വിടുന്നതിന് മുൻപായിട്ട് അല്ലെ, നമ്മൾ എക്സ്പെൽ ചെയ്യുന്നതിന് മുൻപായിട്ട് അവന്റെ ഭാഗം പറയാൻ ഒരു അവസരം കൊടുക്കണം, പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും പറയണം, ഒരു വ്യക്തിയെ പുറത്താക്കാൻ തീരുമാനിച്ചെങ്കിൽ അല്ലെങ്കിൽ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ റെസൊല്യൂഷൻ പാസ്സായി 15 ദിവസത്തിനാവാണ്ട് ആ റെസൊല്യൂഷന്റെ കോപ്പി ആ വ്യക്തിക്ക് കൊടുക്കണം. ആരെയാണോ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നത് അവന് കൊടുത്തിരിക്കണം. ഒരു പോയിന്റ്, ഒരാളെ എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവന് സംഘത്തിന് മെമ്പർ ആകാമോ എന്ന് ചോദിച്ചാൽ മെമ്പർ ആകാം അല്ലെ. എക്സ്പെൽ ചെയ്ത് 1 വർഷം കഴിഞ്ഞാൽ മതി, 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പെൽഷൻ. സംഘത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സംഘത്തിന്റെ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കമ്പൈൽ ചെയ്യാൻ അല്ലെങ്കിൽ അത് അനുസരിക്കാൻ പരാജയപ്പെടുകയോ ചെയ്യുമ്പോഴാണ് അവർ തന്നെ പിരിച്ചുവിടുന്നത്. ക്ലിയർ ആണ്, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 5 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഓരോ ദിവസവും 5 ക്വസ്റ്റ്യൻ തരും, അത് പഠിച്ചോണം. ഓക്കെ, നമ്മുടെ ഒരു നമ്പർ അല്ലേ, 10 മിനിറ്റ് 5 ക്വസ്റ്റ്യൻ കേട്ടോ. 10 മിനിറ്റ് 5 ക്വസ്റ്റ്യൻ നോർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻസുകൾ തരും. നിങ്ങൾ അതൊന്നും മനസ്സിലാക്കിയാൽ മതി. ഒരിക്കലും കാണാപ്പാടൊന്നും പഠിക്കണ്ട. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യം മനസ്സിലാക്കുക. ഇപ്പം പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കണം. ഓക്കെ, ഞാനത് ഓരോ ദിവസവും ഇങ്ങനെ പഠിപ്പിച്ച് പൊക്കോളാം. അപ്പം എല്ലാവരും ഒന്ന് കൂടെ നിൽക്കുക, എല്ലാവരും പഠിക്കുക, എല്ലാവരും വിജയിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. ഇപ്പോൾ കേസ് കാർഡ് ബാങ്കിൻ്റെ ഒക്കെ പരീക്ഷ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്കറിയാം പഠനം എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകുക. നമ്മുടെ പഠനത്തിന്റെ സ്പീഡ് കൂടും തോറും അല്ലെ, കൂടുതൽ കാര്യങ്ങൾ പഠിക്കും തോറും, കൂടുതൽ സമയം പഠനത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും തോറും നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ, നമ്മളിപ്പോൾ കുറേശ്ശെയാണ്, വളരെ പതുക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സമയം കൂടും. കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ സമയം കാത്തിരിക്കാതെ കുറേ ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ച് പഠിക്കുക കേട്ടോ.
എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.